ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂ സോൺ. അപ്പോൾ നിങ്ങൾ പലരും പലപ്പോഴായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ KCB വർക്കറിന്റെ നോട്ടിഫിക്കേഷൻ എന്തായി, അതിന്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ള കാര്യം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ ഒക്ടോബർ മാസം 6-ാം തീയതി നമ്മളുടെ വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി കുറച്ചധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നിയമസഭയിൽ ചോദ്യോത്തരവേള നടത്താറുണ്ട്. അപ്പൊ അതില് പല രീതിയിലുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ടാവും MLA മാര്. അപ്പൊ അതിൽ എന്താ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റിലെ മിനിസ്റ്റർ എന്ത് ചെയ്യും, അതിന് മറുപടി കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നമ്മുടെ UA ലത്തീഫും അതുകൂടാണ്ട് KM അഷ്റഫും ഒക്കെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ KCB റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ട് നമുക്ക് വർക്കറിന്റെ ഇതിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓഫീസുകളിൽ ആവശ്യത്തിന് ലൈൻമാൻമാർ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അപ്പം വൈദ്യുതി വകുപ്പ് അതിന് കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ ലൈൻമാൻമാരുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ലൈൻമാൻമാരുടെ അംഗീകൃത അംഗബലം അനുസരിച്ച് കുറവുണ്ടെങ്കിലും KCB ലിമിറ്റഡിൽ പുനഃസംഘടനാ നടപടികൾ പുരോഗമിച്ചു വരുന്നതിനാൽ ആയവ പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ ലൈൻമാൻ തസ്തികകളുടെ എണ്ണവും ഒഴിവുകളും കൃത്യമായി തിട്ടപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ? റീസ്ട്രക്ചറിങ്, പുനഃസംഘടനയാണ്. എത്രയാണ് എത്ര ലൈൻമാൻമാരുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ലൈൻമാൻമാരെ പുതുതായി നിയമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വിശദമാക്കുക. ലൈൻമാൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇല്ല, അല്ല, തസ്തികയിൽ നേരിട്ട് നിയമനമില്ല. എന്നാൽ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിൽ നിന്നും സ്ഥാനക്കയറ്റം നൽകിയാണ് ലൈൻമാൻ തസ്തികയിലെ ഒഴിവുകൾ നികത്തുന്നത്. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ലൈൻമാൻമാരുടെ അഭാവം മൂലം വൈദ്യുതി തകരാറുകൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത് വ്യക്തമാക്കുമോ? അപ്പൊ അതിനെന്താ, കോൺട്രാക്ട് വ്യവസ്ഥയിൽ നൽകിക്കൊണ്ടും പ്രദേശത്തെ വിതരണ സംവിധാനത്തെ കുറിച്ച് ധാരണയുള്ള വിരമിച്ച ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടും ഉപഭോക്താക്കൾക്ക് സേവനം ഉറപ്പുവരുത്തുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞുള്ള ഒരു മറുപടി. ഓക്കെ, അതേപോലെ ലൈൻമാനിൽ അവസാനമായിട്ട് നിയമനം നടന്ന എപ്പോഴാണെന്ന്, ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇല്ല 35/2025 ഇലക്ട്രിസിറ്റി വർക്കർ വിഭാഗം എന്ത് സ്ഥാനക്കാരൻ നൽകിയ ഒഴിവുകൾ നികത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ലൈൻമാൻമാർ എത്ര പേരുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരുടെ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ തിരിച്ച് തിരുവനന്തപുരം 893, കൊല്ലം 612, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. വയനാടാണ് ഏറ്റവും കുറവ്, 198. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് 800, സോറി, എറണാകുളത്താണ്. എറണാകുളത്ത് 986 ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഇലക്ട്രിസിറ്റി വർക്കർ എന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മളുടെ പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ലൈൻമാൻ ആവുന്നത്. അപ്പൊ വർക്കറിന് കുറെ പേർ എന്താ ലൈൻമാൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം എന്താ, അഷ്റഫ് ചോദിച്ചു ഇതാണ്, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനത്തെ ജീവനക്കാരുടെ കുറവ് പ്രതികൂലമായി ബാധിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുമോ? അവിടെയും പറഞ്ഞത് എന്താ, വിതരണ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ലൈൻമാൻമാരുടെയും വർക്കർമാരുടെയും കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ അതാണ് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് അപ്പോഴും അവർ പറയുന്നത് ഈ റീസ്ട്രക്ചറിങ് കാര്യങ്ങളാണ് അവർ പറയുന്നത്, മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, വർക്കറിന് ഇപ്പം ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും വരുന്നുണ്ടാവും. ആ ഒരു റീസ്ട്രക്ചറിങ് കഴിഞ്ഞിട്ടതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുക എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാല് വർക്കറിന് എന്താ ലൈൻമാൻ പോസ്റ്റിലേക്ക് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുക, പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അപ്പൊ വർക്കേഴ്സ് അവിടെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോഴെന്തായാലും എന്താ, ഈ ഒരു വർക്കറിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും. പക്ഷെ എപ്പോഴും വരുന്നു, എങ്ങനെ വരുമെന്നില്ലായിരുന്നു നമുക്ക് അവിടെ KCB മാത്രമേ അത് പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. പക്ഷെ അവിടെ എന്തായാലും ഈ വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഇല്ലാണ്ട് ഒന്നും നടക്കുന്നുണ്ടാവില്ല, അല്ല, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ, വർക്കറിന്റെ നോട്ടിഫിക്കേഷൻസ് അവിടെ വരേണ്ടതാണ്. കാരണം വെച്ചാൽ ഇത്രയും ലൈൻമാൻമാരാണ് ഉള്ളത്. അത് കൂടാണ്ട് വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിന് ലൈൻമാനിലേക്ക് എന്താ 35/2025 വരെ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ, വർക്കർ ആവശ്യമുണ്ട് അവിടെ. ഇപ്പോഴെന്താ, അവിടെ കോൺട്രാക്ട് ബേസിലൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വൈദ്യുതി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കുറവുള്ളതുകൊണ്ട് കോൺട്രാക്ട് ഒക്കെ വെച്ചിട്ട് ആണ് അത് കൊണ്ടുപോകുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് അവിടെ വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അപ്പോ റീസ്ട്രക്ചറിങ് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, മീൻസ് ആ ഒരു ഇവരെപ്പോഴും പറയുന്ന റീസ്ട്രക്ചറിങ് ആണല്ലോ, അപ്പൊ വർക്ക് ആ ഒരു റീസ്ട്രക്ചറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അടുത്ത വർഷം ഇലക്ഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വരേണ്ടതാണ്. ഓക്കെ, എന്ന് വെച്ചാല് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലല്ലേ നമ്മൾ എപ്പോഴും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു തോട്ട് ഞാൻ പറഞ്ഞാണ് വർക്കറിന്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ്. ഓക്കെ, അപ്പോ നമ്മുടെ നിയമസഭയിൽ മിനിസ്റ്റർ പറഞ്ഞ റിപ്ലൈ ഇതാണ്, അവിടെ കുറവ് ഉണ്ട് ലൈൻമാൻമാരുടെയും അത് കൂടാണ്ട് വർക്കർമാരുടെയും കുറവ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവര് കൃത്യമായിട്ട് എന്താ അത് നിയമസഭയിൽ മന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.